ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തക്കാളിക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കേരറ്റും കൂടി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ വറുത്തെടുത്ത പച്ചരിമാവ് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് റവ കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ശകലമാണ്. മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മാവിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത് മല്ലിയില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ദോശയ്ക്ക് മാവ് കലക്കൂലി അതിനേക്കാൾ നല്ല വെള്ളമായിട്ടാണ് മാവ് കലക്കി എടുക്കേണ്ടത്. ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഇനി അധികം ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കണം. അതിനുശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. മാവ് കോരുമ്പോൾ നന്നായിട്ട് കലക്കി കോരിയെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ മാവ് നിൽക്കും. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയൊന്നും വരില്ല, നല്ല ക്രിസ്പി ആയിരിക്കുന്നേ ഉള്ളൂ. ദോശക്കല്ലെടുത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുമ്പോൾ മാവ് എല്ലായിടും ഒന്നായി കിട്ടും. ഇനി ഇതിവിടെ നിന്ന് വേവട്ടെ. നമുക്ക് ഇനി ഫ്ലെയിമിന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. വെന്ത് കിട്ടുമ്പോൾ സൈഡെല്ലാം ഇങ്ങനെ വെട്ട് വരും. ഇതിലേക്ക് നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ശാലച്ച സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ദോശ വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഇളക്കി മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഒരു സൈഡ് വെച്ചിട്ട് ഒരു സൈഡും കൂടി ഇങ്ങനെ ആക്കി കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഇനി ബാക്കിയുള്ള മാവിനെയും കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനായാലും നല്ലൊരു ദോശയാണ്, ഹെൽത്തി ദോശയാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.